കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ കാസർഗോഡ് മഞ്ചേശ്വരത്തെ പൊസോട്ട് പുഴ വൻതോതിൽ മലിനമാകുന്നു. ജനങ്ങളുടെ ശ്രദ്ധ തെറ്റുന്ന സമയങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം പുഴയിൽ തള്ളുന്നു എന്നാണ് പരാതി. മാലിന്യ തൊട്ടി പോലെയായതോടെ രോഗഭീതിയിലാണ് പ്രദേശവാസികൾ. നീരൊഴുക്ക് കുറഞ്ഞെങ്കിലും മഞ്ചേശ്വരം പുഴയിലെ പൊസോട്ടെത്തിയാൽ കാണുന്ന വെള്ളത്തിന്റെ അവസ്ഥ കാണുക. മാലിന്യം നിറഞ്ഞ് എണ്ണമയം രൂപപ്പെട്ടിരിക്കുന്നു. ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത അവസ്ഥ. ജനങ്ങളുടെ ശ്രദ്ധ കുറഞ്ഞ സമയങ്ങളിൽ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് ശേഖരിക്കുന്ന മലമൂത്ര വിസർജ്യം ടാങ്കറുകളിലെത്തിച്ച് നേരിട്ട് പുഴയിലേക്ക് തള്ളുന്നതായാണ് പരാതി. ഒപ്പം അറവ് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും വലിച്ചെറിയുന്നതും പുഴയിലേക്കാണ്. പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്നതാണ് നിലവിലെ സാഹചര്യം. ഇവിടെ ഈ ചങ്ങത്തിനടിയിൽ വേസ്റ്റ്, പശുവിന്റെ പോത്തിന്റെ കുടൽമാല, ഈ ചീഞ്ഞ ഇതെല്ലാം കൊണ്ടിവിടെ ഇതാക്കുന്നുണ്ട്. അതിന് നായി പറിച്ചു കൊണ്ടുപോയിട്ട് കിണറ്റിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ക്യാമറ വെക്കണം. ഞങ്ങളെങ്ങനെ ക്യാമറ വെക്കും? നമുക്കിവിടെ കറണ്ട് എവിടെയുണ്ട് സോഴ്സ്? നമ്മളെവിടെ ക്യാമറ വെക്കുന്നത്? ഞങ്ങൾ എന്ത് അങ്ങനെ ചെയ്യുന്നത്? ഇത് എന്തെങ്കിലും പരിഹാരം ചെയ്തേ പറ്റൂ. രാത്രി സമയത്താണ് വേസ്റ്റ് വെള്ളം കൊടുന്നിട്ട് ഒഴിക്കുന്നത്. പിന്നെ പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് വേസ്റ്റ് ഇടുന്നു. കുറെ പ്രാവശ്യം ഞങ്ങൾക്ക് കണ്ടിട്ടാകുമ്പോ കോറോടെല്ലാം ഇങ്ങനെ വേസ്റ്റ് ഇടണ്ടെന്ന് പറയുമ്പോൾ കോറ് ഞങ്ങൾ എന്നെ ഇങ്ങനെ തമാശ രൂപത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോന്നു. പുഴയിലെ മലിനജലം സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്ക് ഇറങ്ങുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇതോടെ കുടിവെള്ളത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയാണ്. പുഴയിലെ വെള്ളത്തിൽ കലരുന്ന വിഷാംശം മൂലം മത്സ്യങ്ങളും മറ്റ് ജലജീവികളും കൂട്ടത്തോടെ ചത്തുപോകുന്നത് പരിസ്ഥിതി നാശത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പും അറിയിച്ചു. 2 ദിവസത്തിന് മുമ്പ് പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ പൊസോട്ട് പാലത്തിനടിയിൽ ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തുകയും ആ പാലത്തിനടിയിലുള്ള ജലം വൃത്തിഹീനമായ സാഹചര്യമാണ് കണ്ടെത്താൻ സാധിച്ചത്. അത് കഴിവതും കൂടുതലും കക്കൂസ് മാലിന്യങ്ങൾ അവിടെ ഡംപ് ചെയ്യുന്ന ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വരും കാലങ്ങളിൽ ശക്തമായ നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ പുഴയുടെ പ്രധാന ഭാഗങ്ങളിൽ അടിയന്തരമായി CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.